നൽകിയത് കോഴിക്കോട് ജില്ലയിലെ വികസന പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പിൽ മുന്നണികളെല്ലാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ്. എന്നാൽ അടിസ്ഥാന സൗകര്യം പോലുമില്ലാത്ത ഇടങ്ങൾ നഗരമധ്യത്തിൽ ഏറെയുണ്ട്. വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്ന സ്ഥാനാർത്ഥികളൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല എന്നാണ് ഇവരുടെ പരാതി. കോഴിക്കോട് നിന്നും മേഘ്ന മുരളി ഞങ്ങളുടെ പ്രതിനിധി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കോഴിക്കോട് ജില്ലയുടെ നഗരമധ്യത്തിൽ 36ലധികം കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പൂതേരി സത്രം കോളനിയിലാണ്. തിരഞ്ഞെടുപ്പ് അടുക്കാറായതോടുകൂടി സ്ഥാനാർത്ഥികളെല്ലാം ഈ കോളനി കയറി ഇറങ്ങുന്നുമുണ്ട്. എന്തായാലും ഇവിടുത്തെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ എന്തൊക്കെയാണ്, ഇവിടെ എന്തൊക്കെ നോക്കിയായിരിക്കും ജനങ്ങൾ വോട്ട് ചെയ്യുക എന്ന് നോക്കാം. വോട്ട് ചെയ്യാൻ പോണ്ടേ? செய்யணும்டா எனக்கு ரேஷன் கார்டு கிட்டுனில்ல. அப்புறம் எங்கே ஓட்டு செய்யணும்? 5 கொல்லம் 6 கொல்லமாக ஓட்டு இட்டுருக்கேன். ஒரு ஆளாக இருக்கிற நீ ரேஷன் கார்டு தருவில்லைன்னு வரேன்னு. அப்போ எங்கனையா ஒரு பென்ஷன் கட்டணுன்ட்டு அதாவது கிட்டலாம்ல. 10-70 வயசாகிடுச்சு, அது கிட்ட வேண்டாம் പറഞ്ഞ മോളെ, അതൊക്കെ കിട്ടൂല. அதனால இப்போ வந்து கேட்குற ஓட்டு வந்து கேட்டால் ഇനി ആർക്കും நான் ഇടുறதுക്കില്ല. പറയാം ഇത്തവണ വോട്ട് ചെയ്യില്ല. ചെയ്യും, എനിക്ക് സഹായം ചെന്നാൽ ചെയ്യും, ഇല്ലണ്ടാ ഇല്ല, അത്രയേ ഉള്ളൂ. വോട്ടൊക്കെ ചെയ്യലുണ്ട്. എന്നിട്ട് എന്താ, ഒരവസ്ഥയും ഇല്ല, ഒന്നും പറയാനില്ല. അത് ആ കിണർ പോയി നോക്കിയാൽ ആദ്യം ആ കിണർ നന്നാക്കി തരാൻ പറയും, എന്നിട്ട് വോട്ട് ചെയ്യുക. ഇത് ആവശ്യം ആരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? നേതാക്കന്മാരോടും പാർട്ടിക്കാരോടും? എല്ലാ നേതാക്കന്മാരും ഇവിടെ വരുമ്പോഴൊക്കെ പറയലുണ്ട്. ഒരു വോട്ട് സമയത്ത് മാത്രം ഇവിടെ വരുള്ളൂ. ഇവർ പറഞ്ഞ സമയത്ത് അത് അങ്ങനെ ചെയ്യാണ്ട് പറയാൻ പിന്നെ ആരും കാണൂല. അതാണ് സംഭവം. മഴയൊക്കെ വന്നാൽ ഇവിടെ ചോർന്ന് നിൽക്കാൻ പറ്റൂല. അങ്ങനെയാണ് നിൽക്കുന്നത്. അത്രമാത്രം നമ്മൾ വരുമാനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വീട് വാങ്ങാൻ പറ്റുള്ളൂ. അതൊന്നും ചെയ്യാതെ കൂട്ടർ എന്താ ചെയ്യുക? ഇവിടെ തന്നെ കിടക്കും. ഈ പ്രാവശ്യം എന്തായാലും നമ്മളെ സ്റ്റേഡിയത്തിൻ്റെ ഓൺലി പ്രശ്നം വലിയ പ്രശ്നം തന്നെയാണ്. സിറ്റി നഗരത്തിൽ ഒരു പ്രശ്നം ഒന്നും നമ്മളെ ഈ ഭാഗത്തുള്ള വോട്ട് ചെയ്തിട്ട് തിരിച്ചു വേണ്ടി വരാനില്ല. വോട്ട് ചെയ്യിക്കാൻ മാത്രമേ വരാറുള്ളൂ. ഈ കോളനി ഈ തെരഞ്ഞെടുപ്പ് ആയിട്ട് 3 പാർട്ടിക്കാരും വന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം നമ്മളെ രാഘവേട്ടൻ ബെസ്റ്റാണ്. എന്താ വെച്ചാൽ കോഴിക്കോടത്തിലെ എല്ലാ കാര്യത്തിലും നിൽക്കുന്ന രാഘവേട്ടനാണ്. MP രാഘവേട്ടൻ 10 കൊല്ലമായിട്ടും ഇപ്പോൾ ഇരിക്കുന്നത്. ഉള്ള സമയത്തിൽ എന്ത് കാര്യം ഇടപെട്ടാലും രാഘവേട്ടൻ മുന്നിൽ നിൽക്കുന്നുണ്ട്. മിക്കവാറും ഇവിടുത്തെ വോട്ട് രാഘവേട്ടനായിരിക്കും ഇലക്ഷൻ ഉണ്ടാകും. രാഘവേട്ടൻ തുടരുന്നതാണ്.